റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് A.N. പെട്ടേരി എഴുതിയ ചെറുകഥയായ അവധിക്കാലം. എടാ എടാ പട്ടു, വാടാ, ഓടി വാടാ. സുന്ദരനാണ് വിളിച്ചു കൂവുന്നത്. പട്ടു ജനലിലൂടെ എത്തി നോക്കി. സുന്ദരന്റെ പറമ്പിൽ സാമാന്യം വലിയൊരു മാവിൻകൊമ്പ് മുറിച്ചിട്ടുണ്ട്. അതിലെന്താണ് ഇത്ര കാര്യം? പട്ടുവിന് ഒന്നും മനസ്സിലായില്ല. സുന്ദരൻ ഒരു വാക്കത്തെയും പിടിച്ച് വെളിച്ചപ്പാടിനെ പോലെ നിൽക്കുകയാണ്. എടാ വാടാ, ആ മരം വെട്ടാൻ നല്ല രസം. നീ വാടാ, വന്ന് വെട്ടി നോക്ക്. സുന്ദരൻ പിന്നെയും വിളിച്ചു പറഞ്ഞു. ഒരു മാവിന്റെ കൊമ്പ് മുറിക്കാൻ എന്താണ് ഇത്ര രസം? സാധാരണ കമ്പ് മുറിക്കുന്നത് പോലെ തന്നെയല്ലേ. നിനക്കെന്താടാ വട്ടായോ? പട്ടു ചോദിച്ചു. അല്ലടാ, വേഗം വാ, നീ ഒന്ന് വെട്ടി നോക്ക്. സുന്ദരൻ പ്രലോഭിപ്പിക്കുകയാണ്. ഇവൻ വെറുതെ ഓരോന്ന് പറയുന്നവനല്ല, എന്തെങ്കിലും കാര്യം കാണും. പട്ടു തൊടിയിലേക്ക് ഇറങ്ങി. സുന്ദരന്റെ വീട്ടുമുറ്റത്ത് ഒരു മൂവാണ്ടമാവ് നിൽപ്പുണ്ട്. സീസണിൽ നിറയെ മാമ്പഴം തരും. കൊച്ചു കുട്ടികൾക്ക് വരെ നിലത്തു നിന്ന് മാങ്ങ പറിക്കാം. പക്ഷെ അതിന്റെ ഒരു കൊമ്പ് മുഴുവൻ നീറാണ്. മാങ്ങ പറിക്കാൻ കയറിയവനെ കടിച്ചു പറിക്കും. ആ കമ്പാണ് അവൻ വെട്ടിമുറിച്ചിട്ടിരിക്കുന്നത്. പട്ടു വാക്കത്തി വാങ്ങി. പരീക്ഷണാർത്ഥം വീണു കിടക്കുന്ന മാവിൻ കൊമ്പിൽ ഒന്ന് വെട്ടി. പതുക്കെയാണ് വെട്ടിയത്. ശരിയാണല്ലോ, ഒരുമാതിരി രോമാഞ്ചം പോലെ. പട്ടു ഒന്നുകൂടി ആഞ്ഞു വെട്ടി. കുറച്ചുകൂടി രസം കിട്ടി. പിന്നെ രണ്ടുപേരും കൂടി ആറഞ്ചം പുറഞ്ചം വെട്ടു തുടങ്ങി. അയ്യോ, ഈ പിള്ളേർ എന്ത് തോന്നിയാസമാ കാണിക്കുന്നത്? ഒരു അശരീരി. രണ്ടുപേരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. അതാ സുന്ദരന്റെ അമ്മ ഓടി വരുന്നു. ഭഗവാനെ, ലൈൻ കമ്പിയുടെ മുകളിലേക്കാണല്ലോ സാമദ്രോഹികൾ മാവ് മുറിച്ചിട്ടത്. കറണ്ട് ആണെങ്കിൽ ഉണ്ട് താനും. ദൂരെ മാറി നിൽക്കടാ, അല്ല ഇപ്പൊ കറണ്ട് അടിച്ച് ചാകും എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് വരവ്. അപ്പോഴാണ് മരം വെട്ടുകാർ മേൽപ്പറഞ്ഞ കറണ്ട് കമ്പി കാണുന്നത്. മുറിച്ച മാവിന്റെ കൊമ്പ് ലൈൻ കമ്പിയുടെ മുകളിലാണ് കിടക്കുന്നത്. അതായത് ഇവന്മാര് ഈ വെട്ടെല്ലാം വെട്ടുമ്പോ ചെറുതായി എർത്തടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ വിവരമില്ലാത്തവന്മാർക്ക് രസമായിട്ട് സാമ്പാറായിട്ടൊക്കെ തോന്നിയത്. രണ്ടുപേരും ഓടി. ഓട്ടം നിർത്തിയത് പുഴക്കരയിൽ ചെന്നിട്ടാണ്. കിതപ്പ് മാറും വരെ മണലിൽ മലർന്നടിച്ചു കിടന്നു. ഇനി എന്താ പരിപാടി? സുന്ദരൻ ചോദിച്ചു. അടുത്ത പരിപാടിയാണ് റോക്കറ്റ് വിക്ഷേപണം. വളരെ അപകടം നിറഞ്ഞതും വിജയസാധ്യത കുറഞ്ഞതുമായ ഒരു പരീക്ഷണമാണ് ബലൂൺ ലോഞ്ചിങ് അഥവാ റോക്കറ്റ് വിക്ഷേപണം. ആ ആഴ്ചയിലാണ് രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ റഷ്യൻ സഹായത്തോടെ ശൂന്യാകാശത്തേക്ക് പോയിട്ടുള്ളത്. അത് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പട്ടുവാണെങ്കിൽ ഏതാനും സഞ്ചാരികളെ റഷ്യക്കാരുടെ സഹായമില്ലാതെ തന്നെ ശൂന്യാകാശത്ത് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ ദൗത്യത്തിന് വേണ്ട സാങ്കേതിക സഹകരണം സുന്ദരം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഒരു പാറ്റ, ഒരു ഉറുമ്പ്, ഒരു പച്ചക്കുതിര എന്നീ സഞ്ചാരികളെയും എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളായ ബട്ടൺസ്, വെള്ളാരങ്കല്ല് എന്നിവയും ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതാണ് ഇന്നത്തെ അവരുടെ ലക്ഷ്യം. റോക്കറ്റ് വിക്ഷേപണം ശ്രമകരവും ചിലവേറിയുമായ ഒരു പദ്ധതിയാണ്. ഇതിന് വൻതോതിലുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ആദ്യമായി സാമാന്യ വലുപ്പമുള്ള ഒരു ചില്ലുകുപ്പി സംഘടിപ്പിക്കണം. എത്രയും വലിപ്പം കൂടുന്നോ അത്രയും നന്ന്. അത് കഴുകി വൃത്തിയാക്കി മുൻകൂട്ടി തയ്യാറാക്കിയ വിക്ഷേപണ തറയിൽ സ്ഥാപിക്കുക. ഏതെങ്കിലും പാറപ്പുറത്താണ് ബെസ്റ്റ്. രണ്ടാം ഘട്ടത്തിൽ കുറച്ച് നീറ്റ് കക്കി എടുത്ത് കുപ്പിയുടെ പകുതിയോളം നിറയ്ക്കുക. തുടർന്ന് സിസർ പാക്കറ്റിന്റെ ഉള്ളിൽ നിന്നും ചുരണ്ടിയെടുക്കുന്ന സിൽവർ ഒരു തീപ്പെട്ടി നിറയെ എടുത്ത് മൂന്നാം ഘട്ടത്തിലെ ഉപയോഗത്തിനായി മാറ്റിവെക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണിത്. കുറച്ചധികം സിഗരറ്റ് പാക്കറ്റുകൾ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചിരിക്കണം. ഇനി മൂന്നാം ഘട്ടം തുടങ്ങിയായി. ലോഞ്ച് പാഡിൽ ഉറപ്പിച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് കക്ക നീറ്റുവാൻ ആവശ്യമുള്ളത്രയും ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിൽവർ കുറേശ്ശെ കുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കുക. ഉടനെ രാസപ്രവർത്തനം തുടങ്ങി. ഒരു വാതകം കുപ്പിയിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങും. ഹൈഡ്രജൻ എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. പെട്ടെന്ന് തന്നെ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബലൂൺ കുപ്പിയിൽ ഫിറ്റ് ചെയ്യുക. അപ്പോ ബലൂൺ പതിയെ വീർക്കാൻ തുടങ്ങും. ആവശ്യത്തിന് വീർത്ത് കഴിയുമ്പോൾ ഒരു നൂലെടുത്ത് കെട്ടി ബലൂൺ മാറ്റി വെക്കണം. ബലൂൺ ഓവറായിട്ട് വീർത്താ ചിലപ്പോൾ കുപ്പിയുമായി പൊങ്ങിപ്പോകും. അതുകൊണ്ട് ആ ഏരിയയിൽ കുറച്ച് ശ്രദ്ധ വേണം. അടുത്തതായി നാലാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിൽ ശൂന്യാകാശ സഞ്ചാരികളെ, അതായത് ഉറുമ്പ്, പാറ്റ, പച്ചക്കുതിര മുതലായവരെ വിളിച്ച് പേടകത്തിലേക്ക് ആനയിക്കുക. എന്ന് വെച്ചാ
സഞ്ചാരികളെ ഒരു കാലിത്തീപ്പെട്ടിക്ക് അകത്തേക്ക് തള്ളിക്കയറ്റുക. അവർ ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ കാണിക്കും, അത് സ്വാഭാവികമാണ്. തീപ്പെട്ടി പേടകം മനോഹരമായി അലങ്കരിച്ചതാണ്. ത്രിവർണ പതാകയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ പേടകത്തെ ബലൂണുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ 4ാം ഘട്ടം കഴിഞ്ഞു. ഉടനെ കൗണ്ട് ഡൗൺ തുടങ്ങണം. അധികം താമസിച്ച ഹൈഡ്രജന്റെ പവർ കുറയും. ഇംഗ്ലീഷ് വേണം കൗണ്ട് ഡൗൺ. മലയാളത്തിൽ കൗണ്ട് ഡൗൺ ചെയ്താലും വിക്ഷേപണം നടക്കും. എന്നാലും ഒരു ഗുമ്മിന് ഇംഗ്ലീഷാണ് നല്ലത്. 10, 9, 8, 7 അങ്ങനെ 0 ആവുമ്പോൾ ബലൂൺ കെട്ടിയിട്ടിരിക്കുന്ന നൂല് മുറിച്ചു വിടുക. അതാ ബഹിരാകാശ പേടകം സഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് അനന്തവിഹാരത്തിലേക്ക് യാത്ര തുടങ്ങുകയായി. ഇന്ത്യക്കാരൻ ആദ്യമായി ശൂന്യാകാശത്തേക്ക് അയക്കുന്നതിന് മുന്നേ പട്ടുവും സുന്ദരനും കൂടി മേൽപ്പറഞ്ഞ സഞ്ചാരികളെ പല തവണ വിജയകരമായി ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതാണ് മധ്യവേനൽ അവധിക്കാലത്തെ പരിപാടികളുടെ ഏകദേശ രൂപം. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളായിരിക്കും. ബഹിരാകാശത്ത് വെച്ച് പച്ചക്കുതിരകളെയും നീലക്കുതിരകളെയും ഒക്കെ കണ്ടിട്ട് അവരെല്ലാം അന്യഗ്രഹ ജീവികളാണെന്നും മറ്റുമുള്ള റിപ്പോർട്ടുകൾ വരാറില്ലേ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് സത്യം. ഇന്ന് കാട്ടുചെന്ന എന്ന നോവലിന്റെ തുടർന്നുള്ള ഭാഗം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം. നന്ദി.